എടാ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഒരേ കമ്പനിയിൽ ജോലി ചെയ്യുന്ന രണ്ടും ഇവർക്ക് സെയിം ഡിഗ്രി ആയിരിക്കും, സെയിം ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആയിരിക്കും, എന്നാലും ഒരാളെക്കാളും കൂടുതൽ സാലറി മേടിക്കുന്നുണ്ട്. ഇവിടെ രണ്ടുപേര് തമ്മിൽ എന്തോ ഒരു ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഒരാൾക്ക് കൂടുതൽ സാലറിയും മറ്റാൾക്ക് അത്ര കിട്ടാത്തതും. എന്തുകൊണ്ടായിരിക്കും? ഒരുപാട് സാലറി കിട്ടുന്ന ആൾ ഭയങ്കര സ്മാർട്ടായതുകൊണ്ടാണോ? നോ. ഒരുപാട് നേരം ഹാർഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണോ? നോ. ഒരു പ്രത്യേകതര സ്കില്ല് ഇവിടെ ഉണ്ട്, അതുകൊണ്ടാണ് അയാൾക്ക് കൂടുതൽ സാലറി കിട്ടുന്നത്. എടാ, നമ്മളെല്ലാവരും വർഷങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് ഒരു ഡിഗ്രിനെ കിട്ടുന്നത്. നമ്മളൊരു ടെക്നിക്കൽ കോഴ്സ് പഠിക്കും, സർട്ടിഫിക്കേഷൻ ചെയ്യും, എന്നിട്ട് കഷ്ടപ്പെട്ട് ഒരു ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യും. ടെക്നിക്കൽ സ്കിൽ ഇസ് ഗുഡ് ടു ഗെറ്റ് ഹയർഡ്. അപ്പം നമുക്കൊരു ജോലി കിട്ടാൻ ടെക്നിക്കൽ സ്കിൽ ഇസ് വെരി ഗുഡ്. ബട്ട് അവിടുന്ന് നമുക്ക് എങ്ങനെ നല്ലൊരു പേയിലേക്ക് എത്താൻ പറ്റും? നമ്മളൊരു ജോലിക്ക് കയറിയതിന് ശേഷം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് നമ്മൾ എങ്ങനെ പ്രൊമോഷൻ നേടുന്നു എന്നുള്ളതാണ്. എടാ, ഏതൊരു ഹൈ പെയ്ഡ് പ്രൊഫഷണലിനുള്ള സ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവിങ് സ്കില്ലാണ്. ഒരു കമ്പനി എടുത്തു കഴിഞ്ഞാൽ ആ കമ്പനിയിൽ പല പ്രോബ്ലംസ് ഉണ്ടാവും. കമ്പനിയുടെ സെയിൽ കുത്തനെ താഴെ ഇറങ്ങണമായിരിക്കും, കമ്പനീൻ്റെ കസ്റ്റമേഴ്സ് അൺഹാപ്പി ആയിട്ട് ഇരിക്കണമായിരിക്കും, ഇനി മേ ബി ഏതെങ്കിലും ഒരു പ്രോസസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ആർക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നു? അവർക്കായിരിക്കും കമ്പനി ഹൈ പേ സാലറി കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്യുക, 2 എംപ്ലോയീസ് ഉണ്ട്, രണ്ടുപേരും ഒരേ സമയത്ത് ജോലി കയറിയവരാണ്. ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് എന്ത് ടാസ്ക്കാണോ കിട്ടുന്നത് അത് മാത്രം അയാൾ എടുത്തിട്ട് അയാൾ ജസ്റ്റ് ആ ഡേ വൈൻഡപ്പ് ചെയ്ത് അയാൾ പോകും. രണ്ടാമത്തെ ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ കുറച്ച് എക്സ്ട്രാ ചിന്തിച്ചിട്ട് ആ കമ്പനിയിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടെന്ന് നോക്കും, എന്നിട്ട് അത് സോൾവ് ചെയ്യാനുള്ള സജഷൻസ് ഒക്കെ കൊടുക്കും. ഇതിനെങ്ങനെ പറയാന്ന് വെച്ചാൽ കൈൻഡ് ഓഫ് ഒരു പ്രൊആക്റ്റീവ് ആറ്റിറ്റ്യൂഡായിട്ടുണ്ടാവും. ഇപ്പോൾ നമുക്ക് തരുന്ന ടാസ്കിന് പുറമേ നമ്മൾ ചിന്തിക്കും കമ്പനിയിൽ എന്തൊക്കെ ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ പറ്റും, അതിലുള്ള സജഷൻസ് നമ്മുടെ മാനേജേഴ്സിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ ലൈക്ക് അവർ നമ്മളെ നോട്ട് ചെയ്യും, ഓക്കെ ദിസ് ഗായ് ഈസ് ഗുഡ്. അപ്പോൾ ഭാവിയിൽ ഒരു പ്രൊമോഷനൊക്കെ വരുന്ന സമയത്ത് ആർക്കായിരിക്കും പ്രൊമോഷൻ കിട്ടുക? ആർക്കാണ് ഒരു ഹൈ പേ കിട്ടുക? ആ ഒരു എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ട് ഒരു പ്രൊആക്റ്റീവായിട്ട് അവിടെ നിന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളായിരിക്കും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ കമ്പനി ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കല്ല കൂടുതൽ പേ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കമ്പനിയിലെ ഹയ്യസ്റ്റ് വാല്യുബിൾ പ്രോബ്ലംസ് നിങ്ങൾ സോൾവ് ചെയ്യുന്ന ആളാണോ, നിങ്ങൾക്കായിരിക്കും ആ ഹയ്യസ്റ്റ് പേ അവിടെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങളിനി വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ ടാസ്ക് ഞാൻ തീർത്തു അങ്ങനെ ചിന്തിക്കാതെ കമ്പനീൻ്റെ എന്ത് പ്രോബ്ലമാണ് എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് പ്രൊമോഷനിൽ നിങ്ങളെ കമ്പനി കൺസിഡർ ചെയ്യണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കുറച്ച് എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ട് കമ്പനിയിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നോക്കുക. സോ സീ ഓൺ ദ വീഡിയോ. ബൈ.